ഹായ് ഗൈസ്, എന്താ ഇത്ര അധികം ആളുകളെ റഷ്യയിൽ നിന്ന് തിരിച്ചയക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നാട്ടിലെത്തിയത് കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എന്ത് ബ്രോ ഇത്ര അധികം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 24 പേരോളം കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് പേര് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ നല്ല ഡീപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന്. അതായത് മോസ്കോയിൽ നിന്ന് നാട്ടിലേക്ക് ഡയറക്റ്റ് തിരിച്ചയക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കാര്യങ്ങളും പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് വെച്ചാൽ കൂടുതൽ ആളുകളെ ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ ആണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചേക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വിസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വർക്ക് പെർമിറ്റ് എടുത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഗ്യാരണ്ടി ലെറ്റർ റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടും. വർക്ക് ഗ്യാരണ്ടി ലെറ്റർ, ഈ ഗ്യാരണ്ടി ലെറ്ററും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ 100% നമ്മളെ തിരിച്ചയക്കും. കാരണം വെച്ചാൽ അത് നമുക്ക് ഒരു എവിഡൻസ് ആണ് നമ്മുടെ കയ്യിൽ. അവർക്ക് എമിഗ്രേഷൻ നമ്മൾ ഈ ബോർഡിംഗ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അവർ നമ്മളോട് ചോദിക്കും നമ്മുടെ വർക്ക് ഗ്യാരണ്ടി ലെറ്റർ. അത് നിങ്ങൾ വർക്ക് പെർമിറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് പെർമിറ്റിൻ്റെ ഗ്യാരണ്ടി ലെറ്റർ നിങ്ങൾ കയ്യിൽ എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഡിപ്പോർട്ടേഷൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോട്ടൽ ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം മിനിമം ഒരു 2 ദിവസം 3 ദിവസത്തെങ്കിലും ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഭൂരിഭാഗം ആളുകൾ വിളിച്ചതിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻറ്റ് വിസ, അതായത് ലാംഗ്വേജ് കോഴ്സ് എന്നുള്ള ഈ കോഴ്സിൽ വന്ന ആളുകളെയാണ് കൂടുതലും ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യക്ക് വരുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ സെപ്റ്റംബറിൽ മുമ്പായിട്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ അത് ആ യൂണിവേഴ്സിറ്റിൻ്റെ എത്രത്തോളം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഡിപ്പോർട്ടേഷൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറാണ് കൂടുതലും ഈ ഒരു ഇതിൻ്റെ ഇൻടേക്കൊക്കെ വരുന്നത്, അതായത് സ്റ്റുഡൻറ്റ് വിസയിലുള്ള. അപ്പോൾ അങ്ങനെ സെപ്റ്റംബറോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ ലാംഗ്വേജ് കോഴ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഡോക്യുമെൻറ്റും നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ പറയാം. എന്നാലും സംബന്ധിച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ, മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വിസയാണോ ആ വിസയിൽ അങ്ങനെ പോയിട്ട് ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് റഷ്യൻ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉള്ള ഒരു ഇതാണ്. കാരണം നിങ്ങൾക്കറിയാം, ന്യൂസിലൊക്കെ വായിച്ച് കാണും എന്താണെന്നുള്ളത്. ഞാൻ ഇതിവിടെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ വിസയിൽ ഇല്ലീഗൽ അതായത് ഓരോ വിസക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതായത് വർക്ക് വിസക്ക് വർക്ക് ചെയ്യാൻ മാത്രമേ ഇത് അലൗഡ് ഉള്ളൂ. സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് അത് പഠിക്കാനുള്ള അലൗഡ്. പ്രൈവറ്റ് വിസ ആണെങ്കിൽ അതായത് ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വിസയാണ്. ബിസിനസ് വിസ ആണെങ്കിൽ ബിസിനസ് ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന വിസയാണ്. അപ്പോൾ നിങ്ങൾ ഏത് വിസയാണെന്ന് ആദ്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം തീരുമാനിക്കുക. ഇപ്പോൾ പഴയ 4 വർഷം മുമ്പുള്ള ഇൻവിറ്റേഷനൊക്കെ ചില ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ട് ഈ ഇൻവിറ്റേഷൻ അതായത് ചില ആളുകൾക്ക് ചില ഏജൻസികൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പുള്ള ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് പുതിയ ഇൻവിറ്റേഷൻ പറഞ്ഞിട്ട് അവരെ വിസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻ റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഒരു 4-5 വർഷം ആ ഇൻവിറ്റേഷനൊക്കെ മാറ്റി അതിനൊക്കെ മാറിയിട്ട് പുതിയ ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റഷ്യയിൽ വന്നു. അപ്പോൾ അതൊന്നും അറിയാതെ പഴയ 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള വിസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ വിസ എന്താണ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഒരു വർക്ക് പെർമിറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്നതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കൊരു സബ്മിഷൻ പേപ്പർ നമുക്ക് കിട്ടും. ഈ സബ്മിഷൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത് നമ്മളൊരു 25 to 50 days ആണ് വർക്കിംഗ് പെർമിറ്റിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് ഈ സബ്മിഷൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത് വരുന്നതാണ് നമുക്ക്
വർക്ക് പെർമിറ്റ്, വർക്ക് ഗ്യാരണ്ടി ലെറ്റർ എന്ന് പറയും. വർക്ക് ഗ്യാരണ്ടി ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളും റഷ്യയിൽ വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ ഒന്നും വരത്തില്ല. ഇങ്ങനെയുള്ള വർക്ക് പെർമിറ്റോ വർക്ക് ഗ്യാരണ്ടി ലെറ്ററോ സബ്മിഷൻ പേപ്പറോ ഒന്നും ഇംഗ്ലീഷിൽ വരത്തില്ല. റഷ്യയിൽ നിന്ന് വരുന്ന ഏത് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിലും അത് റഷ്യൻ ലാംഗ്വേജിൽ മാത്രമായിരിക്കും വരുന്നത്. അപ്പം എനിക്ക് പല ആൾക്കാരും ഇൻവിറ്റേഷൻ ലെറ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ എഴുതിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇംഗ്ലീഷിൽ വരത്തില്ല, എല്ലാം റഷ്യൻ ലാംഗ്വേജിലേ വരത്തുള്ളൂ. പിന്നെ അതുകൂടാതെ ഇങ്ങനെയുള്ള ഈ ഡോക്യുമെന്റ് വർക്ക് ഗ്യാരണ്ടി ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് നോക്കാം. കമ്പനീൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾ വെറുതെ എടുത്ത് ചാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഗ്യാരണ്ടി ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റഷ്യൻ ഗവൺമെൻറ് ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ വർക്ക് ഗ്യാരണ്ടി ലെറ്റർ വർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. വർക്ക് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംബ്ലം ഇതിൻ്റെ ഒരു എംബ്ലൊക്കെ ആയിട്ടുള്ള ഒരു പേപ്പറാണ് വരുന്നത്. ആ പേപ്പറും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്യാരണ്ടി ലെറ്ററും വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ നിങ്ങൾ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് വരാം. അല്ലാതെ സ്റ്റുഡൻറ്റ് വിസ ലാംഗ്വേജ് കോഴ്സ് എടുത്തിട്ട് വരുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു ഉചിതമായിട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിൽ വർക്ക് പെർമിറ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഒന്നാമത്തെ കാര്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളോട് ആളുകൾ പറയും ഇതിൽ വന്ന് ജോലി ചെയ്യാം, ഇതിൽ വന്നിട്ട് ജോലി കണ്ടെത്താൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ജെന്യൂനായിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഇൻഫർമേഷൻ കിട്ടും, ഇതിൽ ജോലി കിട്ടുന്നുണ്ടോ, ജോലി കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.